ഹലോ നമസ്കാരം, ഞാൻ മഞ്ജു. ഞാൻ കുറേ നാളായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാനത് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. കാരണം ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ്, യൂട്യൂബ്, ന്യൂസ് ചാനൽ ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്തിനും ബാഡ് മെസ്സേജ്, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത ലോകത്തേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു വീഡിയോ, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്. ആ പെൺകുട്ടി ലൈവായിട്ട് വന്നിട്ട് പറഞ്ഞേക്കുവാണ്, എനിക്കെൻ്റെ ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ ഭർത്താവാണ്, ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ പോവുകയാണ്, ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്, ഒരുപാട് നാളുകൾക്കുള്ള ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകൊച്ചി വളരെ അഭിമാനത്തോടെ വന്ന് പറയുവാണ്. അതിന് കൂട്ടിനായിട്ട് ആ ചേട്ടനും സ്വന്തം ഭാര്യനെയും 3 മക്കളെയും കളഞ്ഞിട്ട് അവൻ ഭാര്യത്തെ അനിയത്തിയെ കൊണ്ട് പോകുവാണ്. എന്നിട്ട് അവനും അഭിമാനത്തോടെ വന്ന് പറയുവാണ്, ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്, ഞങ്ങൾ പോകുവാണ്. അങ്ങനത്തെ രീതിയിലുള്ള സംസാരം ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി. കാരണം കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും ആ പെൺകുട്ടിയോ അയാളോ കൽപ്പിക്കുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പൻ്റെ സ്ഥാനത്തും ഭാര്യയുടെ അനിയത്തി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയത്തിയൊക്കെ നമുക്ക് സ്വന്തം മകളാണെന്ന് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. കാരണം പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൻ മക്കൾ ബന്ധം എന്ന് വെച്ചാൽ അത് ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ അപ്പന്മാർ മക്കൾ ഒരുമിച്ച് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ ആവും കിടക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല ഇപ്പോഴത്തെ പെൺകുട്ടിക്കാർക്ക് ആർക്കും. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മളെ അനിയത്തിനൊക്കെ വിശ്വസിച്ച് നമ്മൾ അവരെ കൊണ്ടു നടത്തും വീട്ടിൽ. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം തകർത്തിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവരൊരിക്കലും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. ഈ പെൺകുട്ടി തന്നെ പറയുവാണ്, ഞാൻ പറയുന്ന നട്ടലില്ലാത്ത ആണെന്ന് ഇങ്ങനെ അവനെ പറയത്തുള്ളൂ. കാരണം ഒരു ജോലി ഉണ്ടോയെന്ന് അറിയില്ല. അവൻ പോകുന്ന അവളെ ശമ്പളം, അതായത് ഭാര്യയുടെ അനിയത്തിൻ്റെ സാലറിയും മേടിച്ചിട്ടാണ് പോകുന്നത്. അവളെ ചിലവിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നത്, അല്ലാണ്ട് സ്വന്തമായി ജോലി ആക്കിയിട്ടല്ല അവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ പോവാണ്. അവളെ ശമ്പളം വെച്ചാൽ അവളാണെങ്കിൽ ഭൂലോക വിഡ്ഢിന്ന് തന്നെ പറയാം. കാരണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവ്, അപ്പനെ പോലെ കാണേണ്ട ഒരു മനുഷ്യൻ, അയാൾ കൂടെ പോകുന്ന ആൾക്ക് ജോലിയുണ്ടോ, നാളെ എന്നെ നോക്കുമോ എന്നൊന്നുമില്ല. ഒരു പ്രേമത്തിൻ്റെ എടുത്ത് ചാട്ടം വെച്ച് പോകണം. പക്ഷെ നാളെ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഇവളുടെയൊക്കെ അവസ്ഥ നാളെ വളരെ പരിതാപമാണ്. കാരണം ഇവൻ ജോലി പോലില്ല, നാളെ ഇവളെ വിറ്റ് തിന്നും. അത് തന്നെയാണ്. കാരണം അവളുടെ സംസാരം വളരെ വ്യക്തമായി അറിയാം. ഇവളെ നാളെ അവൻ കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഇവളെ ജോലി ചെയ്യിപ്പിച്ച് വെറുതെ ഇരുന്നാമൻ തിന്നും. നമ്മുടെ പ്രേമത്തിനൊരു ത്രില്ല് തീരുന്നൊരു സമയമുണ്ട്. ലൈഫ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അന്ന് അവൻ ഈ 3 മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ഓർക്കും. ഒരുപക്ഷെ തിരിച്ചു വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തേടിപ്പോവും. പക്ഷെ ഇപ്പോഴെന്നാലും ആ ഭാര്യയുടെ മക്കളുടെ അവസ്ഥയാണ്. കാരണം സ്വന്തം അനിയത്തി സ്വന്തം ജീവിതം തട്ടിയെടുത്തു എന്നുള്ളൊരു വേദന, മക്കളുടെ അവസ്ഥ. നമ്മുടെ തലമുറകൾക്ക് യാതൊരുവിധ കുടുംബമായിട്ടൊരു ബന്ധമോ ഒന്നുമില്ല. മൊബൈലാണോ അതിന് കാരണം? ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ മൊബൈൽ നമുക്ക് എപ്പോഴും മൊബൈൽ മതി, വേറെ ഒന്നും വേണ്ട. പരസ്പരം സംസാരിക്കാനോ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനോ ഒന്നിനും ആർക്കും സമയമില്ല. മൊബൈലാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നത് എന്തിനും നമുക്ക് മൊബൈൽ വേണം. എന്തായാലും ഇപ്പോൾ ആ ഒരു ന്യൂസ് വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് അതും നാണമില്ലാതെ വന്ന് പറയാനുള്ളൊരു മനസ്സ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വന്ന് പറയുവാണ്, എൻ്റെ ചേട്ടനെ കൊണ്ട് പോവുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല. എനിക്ക് തോന്നുന്നത് സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ലൈവ് ഇടുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ആ പെൺകുട്ടി. എന്നാലും വളരെ മോശമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാനോ, നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ലൈവായി വന്ന് ഒരു ഇതുമില്ലാണ്ട് പറയുന്ന ഒരു പെൺകൊച്ച് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാതെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ത്രില്ലിന് വേണ്ടി പോയി. ആ ത്രില്ല് അവസാനിക്കുമ്പോൾ തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് വീട്ടുകാരെല്ലാം പോയിട്ടുണ്ടാകും, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവൾ കാരണം 2 കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ചേച്ചി, അവർക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആരോ പറയുന്നതല്ല, സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആർക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആ കുഞ്ഞുങ്ങളുടെ ശാപം തീർച്ചയായിട്ടും അവരെ പിന്തുടരും. അതങ്ങനെയാണ്. കാരണം ഒരാളെ ജീവിതം നശിപ്പിച്ചിട്ട് നമുക്കൊരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പരമാവധി സ്വന്തം